ഭയങ്കര വിഷയം. ഇതിൻ്റെ അകത്ത് എങ്ങനെ പാപമോചനം നേടുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ നിങ്ങൾ പാപമോചനം ഇതിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് കർത്താവ് പറയുന്നത്. പക്ഷേ അതിൽ ബാക്കി എനിക്ക് ശ്രദ്ധിക്കാൻ ഗ്രഹിക്കാൻ എനിക്ക് പറ്റാത്തത് ഞാൻ പറ്റിയില്ലെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചോദിച്ചത് കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് ചോദിച്ചപ്പോൾ ബൈബിളിലുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. മെസ്സേജ് എടുക്കുമ്പോഴെല്ലാം കുട്ടി മരിച്ചു പോകുന്ന മെസ്സേജായിരുന്നു. ഇരിക്കുന്ന പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ കോമ സ്റ്റേജിൽ നിന്ന് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ 15 മിനിറ്റാകും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പ്രധാനമായും അൺക്ലീൻ സ്പിരിറ്റിനെ അഴിക്കാൻ യേശു ആരാണെന്ന് അറിയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ, അല്ലാതെ ഇത് അഴിയത്തില്ല. പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്കറിയാം, നീ ആരാടാന്ന് ചോദിച്ചാൽ പിശാചിനെ നിങ്ങൾ ഓർമ്മ വേണം. പറഞ്ഞു മനസ്സിലായോ? കാരണം ആ അഴിക്കാൻ പോയവർക്ക് യേശുവിനെ അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. ആ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജാതീയ ആൾക്കാർ, അതായത് വിജാതിയർ വിശുദ്ധ സഭയെ നോക്കി ഈ നിങ്ങളുടെ യേശു പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആ വിജാതിയന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. വിശുദ്ധ സഭയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയർക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, യേശു പ്രവാചകനാണോ, യേശു ദൈവമാണോ, യേശു ആരാണോ എന്നുള്ളത് വിശുദ്ധ സഭയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. വിശുദ്ധ സഭയ്ക്ക് പുറത്തുള്ള ഒരു ജാതിയന് അതറിയത്തില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ജാതിയൻ വന്ന് യേശുവിനെ ദൈവമല്ലെന്നോ, അവൻ കേവലം ഒരു മനുഷ്യനാണെന്നോ, കേവലം ഒരു പ്രവാചകനാണെന്നോ ഒരു ജാതിയൻ വന്ന് പറഞ്ഞാൽ, വിശുദ്ധ സഭയിലെ മെമ്പറായ നിങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധരായിരിക്കുന്ന നിങ്ങൾ ഏത് രീതിയിലാണ് അത് കേട്ടിട്ട് തീരുമാനമെടുക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടാണ് പിശാച് നിങ്ങളെ പേടിക്കത്തുള്ളൂ. നിങ്ങൾ താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരാണെങ്കിൽ, ഒന്ന് പിതാവ് പുത്രനും, പിതാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഇവരെങ്ങനെ ഒന്നാകും? ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. സംശയമില്ലാത്ത രീതിയിൽ മനസ്സിൽ, സാധാരണ മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയല്ല, വിശ്വാസത്തിൽ നിന്നാണ് ഈ രീതി നമുക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആ രഹസ്യം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു യഥാർത്ഥത്തിൽ ആരാണ്. നിങ്ങൾ യൂറോപ്യൻ സായിപ്പുമാർ കണ്ടുപിടിച്ച താടിയും മുടിയുള്ള ആ വിഗ്രഹത്തെ നിങ്ങൾ മറന്നാലേ യഥാർത്ഥ യേശുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആ വിഗ്രഹത്തെ കാണും തോറും നിങ്ങൾ ഒരു മനുഷ്യനാണ്, അതൊരു സെപ്പറേറ്റ് ആണ്, ഇത് മറിയത്തിൻ്റെ മകനല്ലേ എന്ന കോൺസെപ്റ്റിൽ യേശുവിൻ്റെ ശക്തിയേറിയ ആ ദൈവത്വത്തെ നിങ്ങൾ അറിയാതെ നിഷേധിക്കും. എന്നാൽ നിങ്ങൾ ആ താടി മുടിയുള്ള ആ വിഗ്രഹത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പൗലോസ് പറഞ്ഞതുപോലെ യേശു ആത്മാവായ ദൈവമാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. അപ്പോൾ ഒരു ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തിയാൽ, ആരാണോ കണ്ടെത്തുന്നത്, ആ കണ്ടെത്തുന്ന ആൾ വലതുകരം ഉയർത്തിയോ അല്ലെങ്കിൽ മനം ഉയർത്തിയോ നിങ്ങളിങ്ങനെ പറയുവാണ്, യേശുവിൻ്റെ നാമത്തിൽ, ഏതാ ഞാൻ കണ്ടെത്തിയ ആ എനിക്ക് ദൈവം കൃപയാൽ വെളിപ്പെടുത്തി തന്ന, താടിമുടിയുള്ള ആളല്ല, കൃപയാൽ വെളിപ്പെടുത്തി തന്ന ആ വചനമായ ആ ആത്മാവായ ആ ദൈവത്തെ മനസ്സിൽ കണ്ടിട്ട് നാമത്തിൽ സാത്താനെ നിന്നെ ശാസിക്കുന്നു, അശുദ്ധാത്മാവെ നിന്നെ ശാസിക്കുന്നത് പറഞ്ഞാൽ അവൻ്റെ മേൽ തീ ഇറങ്ങും. രണ്ടാമത്, സാത്താനും കൂട്ടരും, സാത്താനും അവൻ്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പല അടവുകൾ കാണിക്കും. സാത്താനും അവൻ്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പല അടവുകൾ കാണിക്കും. നിങ്ങളുടെ ധൈര്യത്തെ ചോർത്ത് കളയും, നിങ്ങളുടെ വിശ്വാസത്തെ ഡാമേജ് ആക്കാൻ നോക്കും, അതിന് വിജാതീയനെ ഉപയോഗിക്കും. അങ്ങനെ പല സംശയങ്ങൾ നിങ്ങളുടെ അകത്ത് ഇട്ടു തരും. എന്തിനാണെന്നറിയോ? നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യരുത്, ആ കൃപ നിങ്ങളിൽ വർക്ക് ചെയ്യരുത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ദൈവം ഇതിലെ നീ മനസ്സിലാക്കിക്കൊള്ളുക, സാത്താനെയും കൂട്ടരെയും
ഭയപ്പെടാത്ത വിധത്തിലുള്ള ഒരു ശക്തി നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ഡെലിവറൻസ് ശുശ്രൂഷ നിനക്ക് വീട്ടിൽ ചെയ്യാം. ഹല്ലേലൂയ. ഒരു വചനം വായിക്കുവാണ്, 1 പത്രോസ് 5:8 അതില് CSB വായിച്ചാൽ നല്ലതായിരുന്നു. Be sober-minded, be alert. Your adversary, the devil, is prowling around like a roaring lion, looking for anyone he can devour. വിഴുങ്ങാൻ കഴിയുന്നവരെയാണ്, അല്ലേ? അല്ലാതെ ചുമ്മാ എല്ലാവരുടെ മേലും ഇങ്ങനെ ചാടി വീഴണം എന്ന് പറഞ്ഞല്ല. അവന് വിഴുങ്ങാൻ പറ്റുന്നവരുടെ മേൽ വിഴുങ്ങുമെന്നാണ് പത്രോസ് പറയുന്നത്. ലിജി ബ്രദർ അതൊന്ന് വായിച്ചിരുന്നു പറഞ്ഞു കൊടുത്തേ. അതെ, സുബോധമുള്ളവരായിരിക്കാനാണ്. അതിൻ്റെ അകത്ത് എന്തായിരിക്കണം നമുക്ക്? അതിൻ്റെ അകത്ത് CSBയിലാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടാണ് സുബോധമുള്ളവരായിരിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ എതിരാളിയായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. തനിക്ക് വിഴുങ്ങാൻ കഴിയുന്നവരെ, അതാണ് ഞാൻ പറഞ്ഞത്, വിഴുങ്ങാൻ കഴിയുന്നവരെ. നിങ്ങളൊന്ന് സുബോധമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകരുത്. പെട്ടാൽ നിങ്ങളെ സാത്താൻ വിഴുങ്ങും. വിഴുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കായിപ്പോവും. വിഴുങ്ങിക്കഴിഞ്ഞാൽ ക്യാരക്ടർ അത് കണക്കാവും. എന്താണ്? ഒന്ന് സുബോധമുള്ളവരായിരിക്കുക, രണ്ടാമത് ഏതാണ് വായിച്ചത്? ജാഗ്രത പാലിക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജാഗ്രതയില്ല, സുബോധവും ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വിഴുങ്ങാൻ കഴിയുന്നവരെ വിഴുങ്ങും. അതായത് കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നവരെ അവൻ അറ്റാക്ക് കഴിയുന്നവരെ. അതാണ് ആ നോട്ട് നിങ്ങൾ മറക്കരുത്. കഴിയുന്നവരെ അവൻ വിഴുങ്ങിയിരിക്കും. അതുകൊണ്ട് പത്രോസ് പറയാ, സഭയിലാണ് കാര്യമൊക്കെ ശരിയാ, കാര്യമൊക്കെ നീ വന്ന് സ്തോത്രവും പ്രാർത്ഥനയും ഒക്കെ നിനക്കുണ്ട്, വചനം കേൾക്കാനൊക്കെ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, കാര്യമൊക്കെ നല്ല ഉഗ്രനാണ്, എല്ലാം കൊള്ളാം. പക്ഷേ സുബോധം എന്ന് പറഞ്ഞ ഒരു സാധനം അടുത്തൂടെ പോയിട്ടില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും നീ ഉണ്ടോ? ഉണ്ട്. എല്ലാ ആരാധനയ്ക്കും നീ ഉണ്ടോ? ഉണ്ട്. സ്തോത്രം വിളിയിൽ ഏറ്റവും ശബ്ദം ആരുടേതാണ്? നിൻ്റേതാണ്. സുബോധമുണ്ടോ? ഒട്ടുമില്ല. പിടികിട്ടിയോ? വിഴുങ്ങാൻ വേറെ വല്ലതും വേണോ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സുബോധം ഉണ്ടായിരിക്കണം. പിന്നെന്താ വേണ്ടത്? ജാഗ്രത പാലിക്കുക. നമ്മൾ ജാഗ്രതയിൽ വ്യാപരിക്കണം. ഇങ്ങനെ ആയാൽ നമുക്ക് ഇന്നണക്കാണ് എങ്ങനെയുള്ളൊരു ജാഗ്രതയും സുബോധവും ഇല്ലെങ്കിൽ വിഴുങ്ങും, ഉറപ്പാണ്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് അത് പ്രാർത്ഥിച്ച് മാറ്റണം. നമുക്കെല്ലാവർക്കും രക്ഷപ്പെടേണ്ടവരാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടാനായിട്ട് ഇന്ന് മുതൽ തയ്യാറാകണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മകളുടെ സഹോദരിയുടെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് ചില വാക്കുകൾ വ്യക്തമായില്ല. അപ്പം ചില വാക്കുകൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പം സഹോദരിയുടെ പക്ഷേ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് ഈ സഹോദരിയുടെ ഫാമിലിയിലേക്ക്, മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് കർത്താവ് പറയുന്നത്. പക്ഷേ അതിൽ ബാക്കി എനിക്ക് ഗ്രഹിക്കാൻ എനിക്ക് പറ്റാത്തത് ഞാൻ പറ്റിയില്ലെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് ചോദിച്ചപ്പോൾ ബൈബിളിലുള്ള മെസ്സേജ് ഇങ്ങനെയാണ്: ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം, പിന്നെ റാമായിലേയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദയ്ക്കെതിരെ ചെന്ന് അവനെ ഭയപ്പെടുത്തുകയും കീഴടക്കുകയും ഒരു വലിയൊരു മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന മേഖലയിലൂടെയാണ് ഇനി സഹോദരി സഞ്ചരിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ഭയപ്പെടരുത് എന്നൊരു വാക്കാണ് ദൈവം കൂടുതൽ. പക്ഷേ മരണകരമായ ഒരു ദൂത് ആ പ്രവചനത്തിൻ്റെ വാക്കിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വളരെ ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രാർത്ഥനയിൽ മുന്നോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകണ്ട. നമുക്ക് പുറത്തുള്ളവരുടെ കാര്യത്തിൽ സംസാരിക്കാനേ പോകണ്ട. നമ്മൾ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥനയിൽ കുടുംബത്തിലുള്ള വയസ്സായിട്ടുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ഡെമനോളജിയുടെ തിയറി വെച്ച് നമ്മൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രദർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇത് ഊന്നിയുള്ളതാണ്. ഇത് ഇനി 25 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 25 കൊല്ലത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ എടുത്താലും ഇത് തന്നെ എടുക്കത്തുള്ളൂ. ഈ തിയറിക്ക് മാറ്റമില്ല, ഇത് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ അശുദ്ധാത്മാവിൻ്റെ തിയറി നിങ്ങൾക്കറിയാം, അതിനെ ഒഴിവാക്കേണ്ട രീതികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രോധ ആത്മാക്കളുടെ ഇത് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മരണകരമായ രോഗം വരുത്തുക. ക്രോധാത്മാക്കളെന്ന് കേട്ടാൽ, ദുഷ്ടാത്മാക്കളെന്ന് കേട്ടാൽ നിങ്ങൾ എന്തോർത്തോണം? മരണകരമായ രോഗങ്ങൾ വരുത്തുക. അതാണ് ചില പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അവിടെ മരണം കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവർ അങ്ങനെയാണ് പറയുന്നത്. അത് സത്യമായിരിക്കാം, പക്ഷെ ക്രോധാത്മാവ് അവിടെ ഉണ്ടെന്ന്, അത് കാരണമാണ് അത് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എങ്ങനെയാണ് ഇത് വരുന്നത്? ക്രോധാത്മാവ് എങ്ങനെയാണ് വരുന്നത് വചനവിരുദ്ധമായ ആഘോഷങ്ങൾ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ, അതുപോലെ തന്നെ വചനവിരുദ്ധമായ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നത്. ചില വചനവിരുദ്ധമായ പെരുന്നാളുകളുണ്ട്. വചനത്തിൽ കള്ള് കുടിക്കരുതെന്ന് പറയുമ്പോൾ കള്ള് പെരുന്നാളിന് കൊടുക്കുക. വചനത്തിൽ യേശുക്രിസ്തു ഏക ബലിയാണ്, ഇനി ഒരു ബലി ആവശ്യമില്ലെന്ന് പറയുമ്പോൾ കോഴിയെയും കള്ളും ബലികെട്ട് കോഴിയെ കൊന്ന് കറി വെച്ച് അതേ പള്ളിമുറ്റത്ത് ഇരുന്നു കൊണ്ട് കള്ളു അടിച്ചുകൊണ്ടുള്ള പെരുന്നാൾ, ഇത് വചനത്തിന് അനുകൂലമാണോ വിരുദ്ധമാണോ? ഇതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കോഴിവെട്ട് പെരുന്നാളുകളും സേവ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനാ രീതികൾ, കടമറ്റത്ത് കത്തനാർ പോലുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് യേശു ഇതിനെതിരെ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും എന്നുള്ളത്? വിശുദ്ധ കുർബാനയ്ക്കെതിരെ ചെയ്യുന്ന മുട്ടം പാപമാണ് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി ഉറപ്പിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ദൈവശാസ്ത്രം അറിയോ? എൻ്റെ തിയോളജി അറിയോ? ഞാൻ ഇന്ന് തിയോളജി എടുക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഇവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എടുക്കണ്ട, ഞാൻ നിനക്ക് എടുക്കേണ്ട ടൈം പറയാം, ആ സമയത്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്ലാസ് മാറ്റി. അപ്പോൾ ഇന്ന് എടുക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. എടുക്കേണ്ട ടൈം പറയാം, ആ സമയത്ത് നീ എടുക്കാൻ പറഞ്ഞു. ഉടമ്പടി ഉറപ്പിച്ച ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന നിങ്ങൾ ഇനി സ്വീകരിക്കുന്നത് യൂദാസ് സ്വീകരിച്ച കുർബാനയായിരിക്കും. യേശുവിൻ്റെ ശരീരം സ്വീകരിക്കാൻ നിങ്ങൾക്ക് യോഗ്യത നഷ്ടപ്പെട്ടു. അത് നിങ്ങൾ മനസ്സിലാക്കും. ആ തിയോളജി കേട്ടാൽ നിന്ന് വിറയ്ക്കുന്നു നിങ്ങൾ. ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിനി യേശുവിൻ്റെ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് അഗ്നി മാത്രമാണ്, മരിച്ചു കഴിഞ്ഞാൽ നരകം മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ഇത്ര ശക്തമായി പോരാടുന്നത്. പിശാച് ഇത്ര ശക്തമായി അവിടെ അത്ഭുതം ചെയ്യുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. പിശാചിന് ഏറ്റവും കൂടുതൽ രസം യേശുവിനെ തകർക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ് ഈ ഉടമ്പടി ഉറപ്പീര്. അറിയത്തേയില്ല അതിൻ്റെ പിന്നിൽ പിശാചാണെന്ന്, അറിയത്തേയില്ല. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞത്? നിനക്ക് ബുദ്ധി ഉണ്ടായി മനസ്സിലാക്കാൻ ഞാനൊരു ഇത് പറഞ്ഞു തരാം. യേശു തൻ്റെ മുന്തിരിച്ചാറ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് യേശു എന്ത് പറഞ്ഞു? ഇതെൻ്റെ എങ്ങനെ കേട്ടില്ല? അങ്ങനെ പറഞ്ഞത് എൻ്റെ രക്തമാണെന്ന് മാത്രമാണോ പറഞ്ഞത്? കുർബാനയ്ക്ക് പോകുന്നവരെങ്കിലും ഒന്ന് പറ, ഇതെൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ക്രൂശിൽ കയറിയത്. അപ്പോൾ ഉടമ്പടി പൂർത്തീകരിച്ചോ? ഏതിൽ പൂർത്തീകരിച്ചു? കുർബാനയിൽ പൂർത്തീകരിച്ചോ? ഇനി ഉടമ്പടി ഉറപ്പിക്കാമോ? ഇപ്പം പാവ ഏതിനെതിരെ ചെയ്തിരിക്കുന്നത്? നിസ്സാരം. ഇനി ഇതിൻ്റെ തിയോളജി അടക്കുന്നു. കാരണം കുർബാനയ്ക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾ വിഗ്രഹത്തിനെതിരെയൊക്കെയുള്ള ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾ കൂദാശകൾക്കെതിരെയൊന്നും ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു ക്ലാസ്സെങ്കിലും പറയാമോ? കൂദാശകൾക്കെതിരെ എടുത്ത ഒരു ക്ലാസ്സെങ്കിലും പറയാമോ? ഞങ്ങൾക്ക് എടുക്കുന്നത് വിഗ്രഹങ്ങൾക്കെതിരെയാണ്. ഞങ്ങൾ കൂദാശകൾക്കെതിരെ എടുത്തിട്ടില്ല. ഇത് ക്രിസ്തു സ്ഥാപിച്ചതാണത്. അങ്ങനെ അതിനെ ലംഘിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ഇതിൻ്റെ തിയോളജി ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് കർത്താവ് അനുവദിക്കുന്ന സമയത്ത് ഇടാം. ഇപ്പം എൻ്റെ അടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ തിയോളജി ക്ലാസ്സുകൾ ഞാൻ എടുക്കും. ലിറ്ററജി ഉൾപ്പെടെ എടുക്കും. സഭാ ലിറ്ററജി ഉൾപ്പെടെ എടുക്കും. ഒന്ന് വായിച്ചോ. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ
പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി എന്ത് ക്രോധമാണുള്ളത്? അഗ്നിയുടെ ക്രോധം. അപ്പൊ നരകമുണ്ടേ? പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പൗലോസ്ലീഹ എന്ത് പറയുന്നു? നരകമുണ്ടേ. ഞാൻ നരകം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ക്ലാസ് എടുക്കാൻ ഇന്ന് എനിക്ക് അനുവാദമുണ്ട്. ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടത്. ഇനി വായിച്ചോ. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും ദൈവപുത്രനെ ശ്രദ്ധിക്കണേ, ഉടമ്പടിക്ക് പോയവര് ശ്രദ്ധിച്ചോളണം. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും തന്നെ ശുദ്ധീകരിച്ച, എല്ലാരും ഒന്ന് പറഞ്ഞേ, തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തം, ആ ഉടമ്പടിയിൽ നിനക്ക് വിടുതലില്ലെന്ന് പറഞ്ഞ് നീ മറ്റൊരു ഉടമ്പടിക്ക് പോയി. ആ ഉടമ്പടിയിൽ നിനക്ക് യാതൊരു വിടുതലുമില്ലെന്ന് നീ വിശ്വസിച്ച് നീ മറ്റൊരു ഉടമ്പടിക്ക് പോയി. എവിടെ കൊണ്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഈ നിങ്ങൾ നോക്കിക്കോ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതാ പറയുന്നത്, അവന് ലഭിക്കുന്ന ശിക്ഷ ഭൂമി വെച്ചോ മരിച്ചു കഴിഞ്ഞോ ഞങ്ങൾക്കറിയത്തില്ല. മുട്ടൻ ശിക്ഷ അവന്റെ മേലുണ്ട്. ചിലവർ പറയും യേശു ശിക്ഷിക്കത്തൊന്നും ഇല്ലെന്ന് പറയും. പിന്നെ യേശുവിന്റെ ജോലി മൊത്തം തെറിവിളിയൊക്കെ ഇല്ലേ? വായിക്കേ. പ്രതികാരം എന്റേതാണ്. ആരുടെയാണ് പ്രതികാരം? അത് പൗലോസിന്റെ ആണോ? അതോ മണുഗുണൻ ബ്രദറിന്റെ ആണോ? പിന്നെ ആരുടെയാണ്? പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്റെ ജനത്തെ വിധിക്കുമെന്ന് പറഞ്ഞവനെ നാം അറിയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പാപമോചനം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഉടമ്പടി ഉറപ്പിക്കാൻ പോയി. കാരണം ക്രൂശിൽ വെച്ച് എല്ലാ ഉടമ്പടിയും കർത്താവ് പറഞ്ഞു. ഈ പീലാസ് ഉയർത്തിയിട്ട് ഉടമ്പടി എന്ന് പറഞ്ഞില്ലേ, ജനത്തിന് കൊടുത്തില്ലേ? എന്നിട്ട് ക്രൂശിൽ വെച്ച് പറഞ്ഞു എല്ലാം നിവർത്തിയായി. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഉടമ്പടി നിവർത്തിയായി, സകലതും നിവർത്തിയായി. ഇനി നമുക്കൊരു ഉടമ്പടി ആവശ്യമുണ്ടോ? ഇല്ല, ഇനി ഒരു ഉടമ്പടി ആവശ്യമില്ല. എല്ലാം നിവർത്തിയായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ഉറപ്പിക്കുക. ആ മാതാവ് തന്നെ കരയുമായിരിക്കും. ഇപ്പോൾ ഇരുന്ന് സ്വർഗത്തിലെ മാതാവ് തന്നെ തലയിൽ കൈവച്ച് ഏങ്ങലടിച്ച് കരയുമായിരിക്കും. ഭയങ്കര വിഷയം. ഇതിൻ്റെ അകത്ത് എങ്ങനെ പാപമോചനം നേടുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ നിങ്ങൾ പാപമോചനം ഇതിൽ നേടും? ബൈബിളിൽ പാപമോചനം ലിറ്റർജിക്കെതിരെ പാപം ചെയ്താൽ എങ്ങനെ പാപമോചനം, അത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപമാണ്, എങ്ങനെ നേടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ദൈവശാസ്ത്രത്തിൽ ഞാൻ 3 വിഭാഗക്കാരുടെ ദൈവശാസ്ത്രം എടുത്ത ആളാണ്. ഞാൻ അതിലൊന്നും കണ്ടിട്ടില്ല എങ്ങനെ പാപമോചനം നേടണമെന്നുള്ളത്. ഇതെന്നും ഒരു കറയായി കിടക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വേണം ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര ബെസ്റ്റാണെന്നറിയോ ഉടമ്പടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക്? എത്ര നല്ലതാണെന്നറിയോ? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അച്ഛന്മാരിങ്ങനെ അവർ കാസാപ്പിലാസ ഉയർത്തത്തില്ലേ? ആ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കണം. എന്തുടമ്പടി? നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഉടമ്പടിയല്ല, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുക്കുകയാണ്, ഏറ്റുപറയുകയാണ്. ഉടമ്പടി എന്നൊരു വാക്ക് പറഞ്ഞുകൂടാ, കാരണം കർത്താവ് നിവർത്തീകരിച്ചത് അത് നമുക്ക് പറയാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യേണ്ടത്? ഏറ്റുപറയാണ്. പുരോഹിത സഭക്കാർ വളരെ ശ്രദ്ധിക്കുക. ആ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ പറയണം, കർത്താവ് ഞാൻ ഇന്നത് പാലിച്ചോളാം, ഞാൻ ഇന്നത് ചെയ്തോളാം. എല്ലാ ഉടമ്പടികളെക്കാളും വലിയ ഉടമ്പടി അതാണ്. അതാർക്കും എതിർക്കാനും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പിശാചുമില്ല. രക്ഷപ്പെടാൻ ഏക വഴി അതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായവർക്ക് കൈകളടിച്ച് ദൈവത്തിന് മാത്രം കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള വചനവിരുദ്ധമായ കാര്യങ്ങൾ, പെരുന്നാളുകൾ, നേർച്ച കാഴ്ചകൾ വഴി ഈ ക്രോധ ആത്മാക്കൾക്ക്
നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ സെക്ഷൻ അതാണ്. നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുന്നത് അതാണ്. നമ്മുടെ ഈ കൂട്ടത്തിലുള്ള പലർക്കും ക്രോധാത്മാക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഷാൻറ്റി സിസ്റ്ററിന് മരണകരമായ രോഗമായിരുന്നു. പിന്നെ ആരൊക്കെയാണ്? റിനോഷ് ബ്രദർ തിരുവനന്തപുരത്തുള്ളത് മരണകരമായ രോഗമായിരുന്നു, ക്രോധാത്മാവായിരുന്നു, അതിനെ അടിച്ചു ദൂരെ കളഞ്ഞു. റിനോഷ് ബ്രദർ തിരുവനന്തപുരത്ത് മരണകരമായ രോഗമായിരുന്നു. പിന്നെ നമ്മുടെ ഷൈനി സിസ്റ്ററിൻ്റെ അപ്പച്ചൻ മത്തായി അപ്പച്ചൻ മൾട്ടിപ്പിൾ മൈലോമ, അതായത് ബ്രോൺ ക്യാൻസർ ആയിരുന്നു. 5 വർഷമെങ്കിലും ചികിത്സ വേണമെന്ന് പറഞ്ഞു. 1.5 വർഷം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലാണ്. ക്രോധാത്മാക്കളെ പുറത്ത് കളയുക, അതാണ് അപ്പച്ചൻ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സിസ്റ്റർ ഷാൻറ്റി സിസ്റ്റർ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്തുള്ളവരുടെ തന്നെ പറയാം. പിന്നെ ഐറിൻ യേശുദാസ്, അത് ക്യാൻസർ ഹീലായിട്ടുണ്ട്. അസ്ഥികൾക്ക് ബലമില്ലാത്തതിനാൽ ബോൺ ഒടിവ് പറ്റി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് അത്ഭുതകരമായി, അതൊക്കെ ഈ മരണകരമായ അവസ്ഥയിലേക്ക് പോകേണ്ടതാണ് ഐറിൻ യേശുദാസിൻ്റെയൊക്കെ. അതിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ കുട്ടി ഇന്ന് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ദൈവം അവസരം കൊടുത്ത ആ കുട്ടിക്ക്. ഇതൊക്കെ ക്രോധാത്മാക്കളുടെയാണ്. ഈ നമുക്ക് പറയാനുള്ളത് അനിത ജോസഫ് ഉണ്ട്, പിന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു. പാടുന്ന വിമല സിസ്റ്ററിൻ്റെ മോൾ അപ്പൻഡിസൈറ്റിസ് പൊട്ടി കോമ സ്റ്റേജിൽ പോയ വ്യക്തിയാണ്. അപ്പൻഡിസൈറ്റിസ് പൊട്ടി, കേൾക്കുന്നുണ്ടോ? അപ്പൻഡിസൈറ്റിസ് പൊട്ടി കോമ സ്റ്റേജിൽ പോയി, അവസാനം സ്വർഗം വരെ കണ്ടു ആ കുട്ടി. ഇന്ന് ശ്രദ്ധിക്കണേ, ഞാൻ കടന്നു ചെന്നിട്ട് മെസ്സേജ് എടുക്കുമ്പോഴെല്ലാം കുട്ടി മരിച്ചു പോകുന്ന മെസ്സേജായിരുന്നു. അവസാനം രാത്രിയിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ക്രോധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ കോമ സ്റ്റേജിൽ നിന്ന് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ 15 മിനിറ്റിനകം അവൾ ഉണരുമെന്ന് പറഞ്ഞു. അവൾ തന്നെ എടുത്ത് മാറ്റും, നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു, അടയാളമായിട്ട് പറഞ്ഞു. ഞാനപ്പോൾ വിമലെ വിളിച്ചിട്ട് പറഞ്ഞു, കേവലം രാത്രി 1:30 മുമ്പ് അവൾ ആ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് അവൾ നിങ്ങളുടെ മുമ്പിൽ ആഹാരം ചോദിക്കും. നിങ്ങൾ നോക്കിയോ, ഇതാണ് ദൈവം തിരിച്ചു തന്നതാണെന്നുള്ള അടയാളം. കറക്റ്റ് 1:30 ആയപ്പോൾ തനിയെ അവൾ എഴുന്നേൽക്കുന്നു, മാസ്ക് എടുത്ത് മാറ്റുന്നു. അവൾ പറഞ്ഞു, എനിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഇവരെല്ലാം നേഴ്സുമാരൊക്കെ ചോദിച്ചു, എന്താ ഏത് പാട്ടാണ്? അയ്യോ, എനിക്കൊരു പാട്ടുണ്ട്, അവളെ പാട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പാട്ട് ഇത്രയും നേരം ആരാ പാടിയത്? അത് വെള്ള വസ്ത്രമൊക്കെ ഇട്ടവർ ഇത്രയും നേരം ഇരുന്ന് പാടിക്കൊണ്ടിരുന്നതാ, എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ചു, സ്വർഗരാജ്യത്തിൽ ചെന്നു, അവിടുത്തെ ഗാനമായി കുട്ടി കേട്ടോണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ടൈമിൽ തന്നെ അവൾ തിരിച്ചു വരികയാണ്. നടക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവൾ നടന്നു കഴിഞ്ഞാൽ തറയിൽ വീഴുമായിരുന്നു, അവൾക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അവസാനം ഞാൻ രണ്ടാമത് ചെന്നിട്ട് കർത്താവിൻ്റെ കൃപയാൽ രോഗശാന്തി ശുശ്രൂഷ ചെയ്തതിന് ശേഷം അന്നേരം തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവിടെ അന്നേരം റൂമിലേക്ക് മാറിയായിരുന്നു. സ്ട്രെച്ചറിൽ വെച്ചാണ് കൊണ്ടുവരുന്നത്. നടക്കത്തില്ല, കാലിൻ്റെ അരയ്ക്ക് താഴോട്ട് ബലം പോയി. കാരണം മരിച്ച വ്യക്തി എങ്ങനെ നടക്കും? അവസാനം രോഗശാന്തി ശുശ്രൂഷ, കാലെ പിടിച്ച് രോഗശാന്തി ശുശ്രൂഷ ചെയ്തു. കാലെ തൊട്ട് രോഗശാന്തി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലിന് ബലമായിട്ട് അപ്പോൾ തന്നെ അവൾ ആ ഹോസ്പിറ്റലിലെ വരാന്തയിൽ നടക്കാനും ഓടാനും തുടങ്ങി. യേശുവേ ആരാധന. ക്രോധാത്മാക്കൾ വിട്ടുപോയി കഴിയുമ്പോൾ കിട്ടുന്ന സൗഖ്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ജെയിംസ് ബ്രദർ മസ്കറ്റ്, അത് ഇതുപോലെ തന്നെ ക്യാൻസറിന് തുലനമായ രോഗമായിരുന്നു, ക്യാൻസർ തന്നെയായിരുന്നു. അതും കർത്താവിൻ്റെ ഇവിടെ ഇന്ന് അത് 1 വർഷം തികയുവാണ്. കഴിഞ്ഞ സമയത്ത് ഈ സമയത്ത് ഈ വീട്ടിൽ ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ആ ഫാമിലി രോഗശാന്തിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഈ സമയത്ത് എന്നോടൊപ്പം രോഗശാന്തിക്കുക. മരണമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കുന്നു. ക്രോധാത്മാക്കളെ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തുന്നു. ഇന്നാണ്ട് ഓടിച്ചാടി ഇന്ന് മസ്കറ്റിലെ പിന്നെ നമ്മുടെ സലാം എയർവേസിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. പോരെ? ഹല്ലേലൂയ.